ഹലോ സ്റ്റുഡൻസ്, കേരള എക്കോണമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് പെർ ക്യാപിറ്റ ഇൻകം എന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ, എന്താണ് പെർ ക്യാപിറ്റ ഇൻകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെർ ക്യാപിറ്റ ഇൻകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൺട്രിയുടെയോ ഒരു സ്റ്റേറ്റിൻ്റെയോ വിച്ച് ഇറ്റ് ഈസ്, നമ്മളിവിടെ സ്റ്റേറ്റിലേക്ക് എടുക്കുകയാണ്, സ്റ്റേറ്റിൻ്റെ ടോട്ടൽ ഇൻകം, ഒരു സ്റ്റേറ്റിൻ്റെ ടോട്ടൽ ഇൻകം ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. അപ്പം എന്താണ്? ഒരു സ്റ്റേറ്റിൻ്റെ ടോട്ടൽ ഇൻകം ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ ഒരു സ്റ്റേറ്റിലെ എല്ലാ ആളുകളുടെ ഇൻകത്തിനെ നമ്മൾ ആഡ് ചെയ്യുന്നു, അതിന് ആ സ്റ്റേറ്റിൻ്റെ തന്നെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു ആവറേജ് ഒരു എമൗണ്ട് കിട്ടും. സപ്പോസ് ഇറ്റ്സ് 3 lakh. എന്താണ്? കേരളത്തിൻ്റെയാണ് നമ്മളിപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം കണ്ടത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ആവറേജിലി കേരളത്തിൻ്റെ ഓരോ വ്യക്തിയുടെയും ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയാണ്? 3 lakh എന്നതാണ്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കോണമിയുടെ കൺസിഡർ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ്, നാഷൻ ആണെങ്കിൽ നാഷൻ, ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദാറ്റ് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഓഫ് ദ കൺട്രി. ഇതാണ് എന്ത്? പെർ ക്യാപിറ്റ ഇൻകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താ? നമുക്ക് ഓരോ സ്റ്റേറ്റുകളെ അല്ലെങ്കിൽ ഓരോ നേഷനുകളെ ഈസിലി കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം 3 lakh ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ മേ ബി തമിഴ്നാടിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം 2 lakh ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണെങ്കിൽ എന്താണ്? കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം തമിഴ്നാടിൻ്റെ പെർ ക്യാപിറ്റ ഇൻകത്തിനേക്കാളും കൂടുതലാണ് എന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. ഇത്തരത്തിൽ ഓരോ എക്കോണമികളെയും നമുക്ക് പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ബേസിസിൽ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും കമ്പയർ ചെയ്യാനും സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണ്? ഒരു കാരണവശാൽ എന്തല്ല, കേരളത്തിലെ എല്ലാവർക്കും ഒരു 3 lakh കിട്ടുന്നില്ല, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ എല്ലാവർക്കും ഒരു 2 lakh കിട്ടുന്നില്ല. ഇത്തരത്തിലൊരു ആവറേജ് മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ ഈ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഈ വേരിയേഷൻസ് ഉണ്ടാവുകയും പെർ ക്യാപിറ്റ ഇൻകം ഒരു ഇൻഡെക്സ് ആയിട്ട് എടുക്കുകയും ചെയ്യുന്നു. ഇതാണ് എന്ത്? അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അറ്റ് ദ സെയിം ടൈം വരുന്നത്. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് 3.72 lakh ആണ്. കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം നോമിനൽ ആണെങ്കിൽ 3.72 lakhs, റിയൽ ആണെങ്കിൽ 1.76 lakh. അപ്പോൾ എന്താണ് നോമിനൽ പെർ ക്യാപിറ്റ ഇൻകം, റിയൽ പെർ ക്യാപിറ്റ ഇൻകം? നമ്മൾ നോമിനൽ ജി ഡി പിയും റിയൽ ജി ഡി പിയും നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. സെയിം കൺസെപ്റ്റ്. ഇതിനെ ഇൻഫ്ലേഷൻ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ്റെ ഫാക്ടറിനെ ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിയൽ ആയിട്ടുള്ള പെർ ക്യാപിറ്റ ഇൻകം. ഇപ്പം നമ്മൾ നോമിനൽ ജി ഡി പിയിൽ നിന്ന് എങ്ങനെയാണ് ഇൻഫ്ലേഷനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിയൽ പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. സിമിലർലി നോമിനൽ പെർ ക്യാപിറ്റ ഇൻകത്തിൽ നിന്ന് നമ്മൾ ഇൻഫ്ലേഷനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയൽ പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. അപ്പോൾ എത്രയാണ്? നോമിനൽ പെർ ക്യാപിറ്റ ഇൻകം ഈസ് 3.72 lakhs, whereas the real per capita income is 1.76 lakh. രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കൂടി. കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം ഇസ് ദ 6th ഹയസ്റ്റ് ഇൻ ഇന്ത്യ. സോ കേരളാസ് പെർ ക്യാപിറ്റ ഇൻകം ഇസ് ദ 6th ഹയസ്റ്റ് ഇൻ ഇന്ത്യ. ആൻഡ് ഓൾസോ നമ്മൾ പെർ ക്യാപിറ്റ ഇൻകത്തിൽ നിന്ന് റിയൽ പെർ ക്യാപിറ്റ ഇൻകം ഡിറൈവ് ചെയ്തല്ലേ, അതിൻ്റെ ബേസ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് 2011-12 ആണ്. 2011-12 ആണ് എന്ത്? നമ്മുടെ ബേസ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് അർബൻ റൂറൽ ലെവലുകളിലേക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അർബൻ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണ്? 4.2 lakhs. റൂറൽ പെർ ക്യാപിറ്റ ഇൻകം ഈസ് 2.9 lakhs. അപ്പോൾ എന്താണ്? അർബൻ പെർ ക്യാപിറ്റ ഇൻകം എന്താണ്? കേരളത്തിൽ കൂടുതലാണ്. എന്ത്? റൂറൽ ഏരിയനെ കമ്പയർ ചെയ്യുമ്പോൾ അർബൻ പെർ ക്യാപിറ്റ ഇൻകം കേരളത്തിൽ കൂടുതലാണ്. എത്രയാണ് വാല്യൂസ്? 4.2 lakhsഉം 2.9 lakhs. ഇനി കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെയും നാഷണൽ പെർ ക്യാപിറ്റ ഇൻകത്തിനെയും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം ഈസ് അറ്റ്ലീസ്റ്റ് 50% ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ നാഷണൽ ആവറേജ്. കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകവും നാഷണൽ ലെവലിലെ പെർ ക്യാപിറ്റ ഇൻകവും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം ഈസ് അറ്റ്ലീസ്റ്റ് 50% ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ നാഷണൽ ആവറേജ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മളൊന്ന് സ്റ്റേറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ നോക്കുകയാണ്. നാഷണൽ ലെവലിലെ പെർ ക്യാപിറ്റ ഇൻകംസ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി? കേരള മോഡൽ ഡെവലപ്മെൻറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. ഇനി കേരള ലെവലിലെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണ്? 3.72 lakhs. മഹാരാഷ്ട്രയിലാണെങ്കിലോ 3.97 lakhs. തമിഴ്നാട്ടിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ അത് 2.99 lakhs.
സോ നമ്മളൊരു സ്റ്റേറ്റുകൾ നമ്മളൊരു ജസ്റ്റ് ഒരു കമ്പാരിസണിന് വേണ്ടി എടുത്തതാണ്. കേരളത്തിന് 3.72 lakhs, മഹാരാഷ്ട്രയുടെ 3.97 lakhs, തമിഴ്നാടുവിൻ്റെ 2.99 lakhs. ഇനി ഞാൻ പറഞ്ഞിരുന്നു പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ഒരു എന്താണ് ലിമിറ്റേഷൻ ആയിട്ട് വരുന്നത് ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ എത്രത്തോളം അവിടെ ആളുകൾക്ക് ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട്, ഇതൊരു പക്ഷേ പെർ ക്യാപിറ്റ ഇൻകത്തിൽ റിഫ്ലക്റ്റ് ആവണമെന്നില്ല. അതിനൊരു ഇൻഡെക്സ് ആണ് എന്ത്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആയിട്ട് നമുക്ക്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വെച്ച് നോക്കുകയാണെങ്കിലോ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഹയസ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പുലർത്തുന്ന 0.798, സെക്കൻഡ് ഹയസ്റ്റ് ഇൻ ഇന്ത്യ. ഈവൻ ദോ അപ്പം എന്താണ് പെർ ക്യാപിറ്റ ഇൻകം 3.72 lakhs ഉള്ളൂ, അത് 6th ലാർജസ്റ്റ് ആണെങ്കിൽ കൂടി എന്താണ് കേരളത്തിന് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വളരെയധികം കൂടുതലാണ്. എന്തൊക്കെയാണ് അതിൻ്റെ റീസൺ? ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സോഷ്യൽ സെക്യൂരിറ്റി, ഇതെല്ലാം കൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഇനി ഈവൺ ദോ വി ആർ ഹാവിങ് എ ഹൈ പെർ ക്യാപിറ്റ ഇൻകം ഓർ ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഇഷ്യൂ തന്നെയാണ്. എങ്ങനെയാണ്? അറൗണ്ട് 7% ആണ് എന്ത് നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ തമിഴ്നാടിനേക്കാളും പെർ ക്യാപിറ്റ ഇൻകം നമുക്കുണ്ടെങ്കിലും നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്താണ് അറൗണ്ട് 7% ആണ്, വിച്ച് ഈസ് അറൗണ്ട് ഡബിൾ ദാറ്റ് ഓഫ് ദ നാഷണൽ ആവറേജ്. നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ നോക്കിയിട്ടുണ്ട്, കേരള മോഡൽ ഡെവലപ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ് അറൗണ്ട് ഡബിൾ ദാറ്റ് ഓഫ് ദ നാഷണൽ ആവറേജ്. ഇനി നമ്മൾ സ്റ്റേറ്റുകൾ തമ്മിലൊന്ന് കമ്പയർ ചെയ്യാണ്. എന്താണ് നമ്മുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ ആയിട്ട് വരുന്ന ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ? റെമിറ്റൻസ് ആണ്. നമ്മുടെ നോൺ റെസിഡൻഷ്യൽ കേരളൈറ്റ്സ് ഇന്ത്യക്ക് പുറത്തു പോയി വർക്ക് ചെയ്തിട്ട് അവർ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റെമിറ്റൻസ് ആണ് എന്ത് കേരളത്തിൻ്റെ ഇൻകം ഡിസ്ട്രിബ്യൂഷനിലെ ഒരു വലിയ ഫാക്ടറായിട്ട് വരുന്നത്. ഏകദേശം 30 ലക്ഷത്തോളം ആളുകൾ കേരളത്തിൻ്റെ പുറത്തുണ്ട്. മിഡിൽ ഈസ്റ്റിലുണ്ട്, യൂറോപ്പിലുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസിലുണ്ട്. ഇനി ഇതിനെ ഇന്നിക്വാളിറ്റീനെ മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു എക്കണോമിക് കോയിഫിഷ്യൻ്റാണ് നമ്മൾ ജീനി കോയിഫിഷ്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ആ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ എക്കോണമിയിൽ ദർ ഇസ് നോ ഇൻഇക്വാലിറ്റി എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ജീനി കോയിഫിഷ്യൻ്റ് 0 ആണെങ്കിൽ അതിൽ ആ എക്കോണമിയിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു തരത്തിലുള്ള ഇൻഇക്വാലിറ്റി ഇല്ല. 1 ആണെങ്കിലോ അവിടെ കംപ്ലീറ്റ് ഇൻഇക്വാലിറ്റിയാണ്. അപ്പോൾ 0 ആണെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള ഇൻഇക്വാലിറ്റി ഇല്ല, 1 ആണെങ്കിൽ കംപ്ലീറ്റ് ഇൻഇക്വാലിറ്റിയാണ്. കേരളത്തിൻ്റെ 0.33 ആണ്, അതായത് ഒരു മോഡറേറ്റ് ഹാഫിലും താഴെ ഒരു മോഡറേറ്റ് ലെവലിൽ എന്തുള്ളൂ കേരളത്തിൽ ഇൻഇക്വാളിറ്റി ഉള്ളൂ. അപ്പോൾ ജീനി കോയിഫിഷ്യൻ്റ് വാല്യൂ 2022-23 അപ്രോക്സിമേറ്റ്ലി 0.33 ആണ്. ഓൺലി ദർ ഈസ് എ ലെവൽ ഓഫ് മോഡറേറ്റ് ഇൻഇക്വാളിറ്റി. ഇനി പെർ ക്യാപിറ്റ ഇൻകത്തിനെ ഡിസ്ട്രിക്റ്റ് വൈസ് നമ്മളൊന്ന് നോക്കണം. കാരണം പോപ്പുലേഷൻ ഡിസ്ട്രിക്റ്റ് വൈസ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെർ ക്യാപിറ്റ ഇൻകം ടോപ്പിക് ആയതുകൊണ്ടും അത് കേരള എക്കോണമിയിൽ തന്നെ വരുന്നതായതുകൊണ്ടും ആദ്യത്തെ കുറച്ച് സ്റ്റേറ്റുകളെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. ആദ്യത്തെ 7 എണ്ണം ഓർത്തു വെച്ചാൽ ഏറ്റവും നല്ലത്. എങ്ങനെയാണ്? ഫസ്റ്റ് ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം എന്താണ് കേരളത്തിനാണ്. സെക്കൻഡ് വൺ ആലപ്പുഴ, തേർഡ് വൺ കൊല്ലം, ഫോർത്ത് വൺ കോട്ടയം, ഫിഫ്ത്ത് വൺ തൃശ്ശൂർ, സിക്സ്ത് വൺ ഇടുക്കി ആൻഡ് സെവൻത്ത് വൺ തിരുവനന്തപുരം. ഇതാണ് എന്ത് പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ഓർഡർ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ എറണാകുളം, ആലപ്പുഴ, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, ഇടുക്കി ആൻഡ് തിരുവനന്തപുരം. വാല്യൂസ് ഓർത്തിരിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഡിസ്ട്രിക്ട്സുകളെ നമ്മൾ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ നോക്കണം. ഇതിന് ശേഷം ഏതൊക്കെ വരുന്നത്? കണ്ണൂർ, കോഴിക്കോട്, വയനാട്, പാലക്കാട്, പത്തനംതിട്ട ആൻഡ് മലപ്പുറം. അപ്പോൾ ഈ ഓർഡറിൽ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അസെൻഡിങ് ഓർഡറിലായാലും ചോദിച്ചാലും ഡിസെൻഡിങ് ഓർഡറിൽ ചോദിച്ചാലും. ഒന്നുകൂടി നമുക്ക് നോക്കാം. എറണാകുളം, ആലപ്പുഴ, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, ഇടുക്കി, തിരുവനന്തപുരം. ഈ 7 ഡിസ്ട്രിക്ട്സുകളെങ്കിലും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. സോ ഇതാണ് എന്ത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ടോപ്പിക്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക് റിസോഴ്സ് മൊബിലൈസേഷൻ. ഒരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം അതിലെ മേജർ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മണിയാണ്. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു മേജർ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മണി അല്ലെങ്കിൽ അതിൻ്റെ ഇൻകം ഏതൊക്കെ രീതിയിലാണ് കിട്ടുന്നത് എന്നതാണ് എന്ത് അതിൻ്റെ മേജറായിട്ടുള്ള റിസോഴ്സസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് കേരളത്തിന് റവന്യൂ വരുന്നുണ്ട്. ഇപ്പം ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ, ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏരിയസിൽ നിന്ന് എന്തുണ്ട് കേരളത്തിന് റവന്യൂസ് വരുന്നുണ്ട്.
അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ റിസോഴ്സസിനെ മൊബിലൈസ് ചെയ്യുന്നത്? ഇത്തരത്തിൽ മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് നമ്മൾ ഈ റിസോഴ്സസിനെ മൊബിലൈസ് ചെയ്ത ശേഷമാണ് കേരളത്തിൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ ഏരിയാസിലേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഹെൽത്തിലേക്കാണോ സ്പെൻഡ് ചെയ്യുന്നത്, എഡ്യൂക്കേഷനിലേക്കാണോ സ്പെൻഡ് ചെയ്യുന്നത്, ഇൻഫ്രയിലേക്കാണോ സ്പെൻഡ് ചെയ്യുന്നത്, ഇങ്ങനെ ഓരോ സെക്ടറിലേക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ചാനൽസിലൂടെ റിസോഴ്സുകളെ നമ്മൾ മൊബിലൈസ് ചെയ്തിട്ടാണ്. ഇതാണ് റിസോഴ്സ് മൊബിലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്കൊന്ന് നോക്കാം. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ റിസോഴ്സ് മൊബിലൈസേഷൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഫിനാൻഷ്യലി ഏറ്റവും കൂടുതൽ വരുന്നത് സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ ആൻഡ് ബോറോയിങ്സ് ആണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിൻ്റെ സ്വന്തമായ ടാക്സുകളും ബോറോയിങ്സ് ആണ്, സ്റ്റേറ്റ് ഓൺ ടാക്സ് ആൻഡ് റവന്യൂ. 2024-25 പ്രൊജക്ഷൻ പ്രകാരം ഏകദേശം ടാക്സ് ആൻഡ് നോൺ ടാക്സിൽ 1,00,000 കോടി രൂപയാണ് കേരളത്തിൻ്റെ ഇൻറ്റേർണൽ റവന്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. സോ ഏകദേശം 1,00,000 കോടി രൂപ, 1.05 lakhs crore rupees, 1,00,000 കോടി ആണ് കേരളത്തിൻ്റെ ഇൻറ്റേർണൽ റവന്യൂ, ബോത്ത് ടാക്സ് ആസ് വെൽ ആസ് നോൺ ടാക്സ് റവന്യൂ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി സെൻട്രൽ ട്രാൻസ്ഫറുകളിൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് GST കൺസിഡർ ചെയ്യണം, അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടാക്സ് ആയിക്കോട്ടെ, ഇതിൽ സെൻട്രൽ ഗവൺമെൻറ് റിസീവ് ചെയ്യുന്നതിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ് സ്റ്റേറ്റുകളിലേക്ക് കൊടുക്കും. അത് ചിലപ്പോൾ ഗ്രാൻഡിന് എയ്ഡായിട്ട് കൊടുക്കാം, ലോണുകളായിട്ട് പ്രൊവൈഡ് ചെയ്യാം, അങ്ങനെ മൾട്ടിപ്പിൾ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ എക്കണോമിക്സിൽ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 2020 മുതൽ ഏകദേശം 55% കുറവാണ് ഇത്തരത്തിൽ സെൻട്രലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടുകളിൽ രേഖപ്പെടുത്തുന്നത്. സോ ദർ ഈസ് അറൌണ്ട് 55% ഡ്രോപ്സ് ഇൻ ദ ഗ്രാൻഡ് ഇൻ എയ്ഡ്സ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഇത്തരത്തിലൊരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒബ്വിയസ്ലി വേറെ സോഴ്സുകളിലേക്ക് നോക്കാനായിട്ട് തുടങ്ങും. ഓൾട്ടർനേറ്റ് ഫിനാൻസിങ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് തുടങ്ങും. കിഫ്ബി നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മളത് എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കും. മുനിസിപ്പൽ ബോണ്ട് ഓർ നോൺ റെസിഡൻഷ്യൽ കേരളൈറ്റ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത്തരത്തിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫിനാൻസിങ് ഓപ്ഷൻസ് നമ്മൾ നോക്കാനായിട്ട് തുടങ്ങും. ഇനി സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ എന്ന് ഞാൻ പറഞ്ഞല്ലേ, എന്താണ്? 24-25 പീരീഡിൽ അറൌണ്ട് 88,000 crores ആണ് സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ ആയിട്ട് വരുന്നത്. അറൌണ്ട് 17% ഗ്രോത്ത് ആണ് ഈ പീരീഡിൽ ഈ സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂവിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് അതിലെ മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് വരുന്നത്? GST, എക്സൈസ് ആൻഡ് മോട്ടോർ വെഹിക്കിൾ ടാക്സ്. അപ്പോൾ ഞാൻ ഇതിനൊരു സിംബോളിക്കലി റെപ്രസെൻ്റ് ചെയ്യാം. ടോട്ടൽ റിസോഴ്സസ് അല്ലെങ്കിൽ റിസോഴ്സ് മൊബിലൈസേഷൻ 2 തരത്തിൽ നമുക്ക് ചെയ്യാം അല്ലേ? ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. ഇതിൽ ടാക്സിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ്? സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ. ഇതാണ് അറൌണ്ട് 85% വരുന്നത്. നോക്കണേ, അപ്പോൾ റവന്യൂവിന് അല്ലെങ്കിൽ റിസോഴ്സസിന് നമുക്ക് ടാക്സ് ആക്കാം, നോൺ ടാക്സ് റവന്യൂസ് ആക്കാം. ആ ടാക്സ് റവന്യൂവിൽ ഏകദേശം 85% വരുന്നത് എന്താണ്? സ്റ്റേറ്റിൻ്റെ സ്വന്തമായിട്ടുള്ള ടാക്സ് റവന്യൂസ് ആണ്. സ്റ്റേറ്റിന് സ്വന്തമായിട്ട് സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ ആണ്. ഇനി ഇതിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ ആരാണ്? GST. സെക്കൻഡ് ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ഈസ് എക്സൈസ് ആൻഡ് തേർഡ് ലാർജസ്റ്റ് ഈസ് മോട്ടോർ വെഹിക്കിൾ ടാക്സ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ടാക്സ് സ്ട്രക്ചറിലേക്ക് വരുന്നത്. അപ്പോൾ റിസോഴ്സ് മൊബിലൈസേഷൻ ഉണ്ട്, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ടാക്സ് റവന്യൂവിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഏതാണ്? സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ ആണ്, അറൌണ്ട് 85%. ടു ബി പ്രിസൈസ് 85.5%. അതിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് കോൺട്രിബ്യൂട്ടർ ഏതാണ്? GST, എക്സൈസ് ആൻഡ് മോട്ടോർ വെഹിക്കിൾ ടാക്സ്. എങ്ങനെയാണ് ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കുക അല്ലേ? സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂവിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കാം. അപ്പോൾ GST, എക്സൈസ് ആൻഡ് മോട്ടോർ വെഹിക്കിൾ ടാക്സ്. ഇനി ടാക്സ് ബോയണൻസി ഇംപ്രൂവ് ഡ്യൂ ടു ഡിജിറ്റൽ ഓഡിറ്റ്, ഇൻഫോഴ്സിംഗ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ എന്താണ് ടാക്സ് ബോയണൻസി? ഒരു എക്കോണമിയുടെ GDP വളരുന്നതിലൂടെ എത്രത്തോളം ടാക്സ് കളക്ഷൻ കൂടുന്നു, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ ടാക്സ് റവന്യൂ എത്രത്തോളം കൂടുന്നു. GDP കൂടുന്നത് എന്തായാലും ടാക്സ് റവന്യൂ കൂട്ടും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഒരു പക്ഷേ അതിലെ എൻഫോഴ്സ്മെൻറ്റ് മെക്കാനിസം തെറ്റാണ്, കളക്ഷൻസ് തെറ്റാണ്, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ആളുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല.
ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്താണ്, ഈവൻ എക്കോണമി വളർന്നാൽ പോലും എന്തുണ്ടാവില്ല, ടാക്സ് കളക്ഷൻ ഉണ്ടാവുന്നില്ല. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ചെറിയ രീതിയിലുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. അതിന് മേജർ ആയിട്ടുള്ള റീസൺ ഡിജിറ്റൽ ഓഡിറ്റ്സും ഈ ഇൻവോയ്സിങ്ങും എൻഫോഴ്സ്മെൻറ്റുമാണ്. ഇനി ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ എത്രത്തോളാണ്, ടോട്ടൽ ടാക്സ് റവന്യൂവിൻ്റെ ഏകദേശം 85.5 വിച്ച് ഈസ് ദ തേർഡ് ഹയസ്റ്റ് എമംഗ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്. സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ ഇത്രയും അധികം അറൗണ്ട് 85.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, കേരളത്തിലെ സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്ന ഇറ്റ് ഈസ് ദ തേർഡ് ഹയസ്റ്റ് എമംഗ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്. ഇനി നോൺ ടാക്സ് റവന്യൂ സോഴ്സസ് നമ്മൾ എന്ത് പറഞ്ഞു, ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞല്ലേ ഈ നോൺ ടാക്സ് റവന്യൂ സോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, നമ്മൾ അത് നോക്കാനായിട്ട് പോകണം. എന്താണ്, അറൗണ്ട് 22.8% ഗ്രോത്ത് ആണ് 2024-25 ബിസിനസ് ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം, ബോത്ത് ടാക്സ് ആസ് വെൽ ആസ് നോൺ ടാക്സ് റവന്യൂ ഹാസ് ബീൻ ഹാവിങ് എ പോസിറ്റീവ് ഗ്രോത്ത്. ശരിയാണ്. എന്താണ് ഇവിടെ 22.8 നേരത്തെ 17% അപ്രോക്സിമേറ്റ്ലി എന്തുണ്ട്, ഗ്രോത്ത് ഇയർ കാണിക്കുന്നുണ്ട്. ഏതെല്ലാമാണ് മേജർ സോഴ്സസ്, മൈനിങ് റോയൽറ്റീസ്, ലോട്ടറീസ്, സർവീസ് ഫീസ്, യൂസർ ചാർജ്, ഇതെല്ലാമാണ് എന്ത് സ്റ്റേറ്റിൻ്റെ നോൺ ടാക്സ് റവന്യൂ സോഴ്സസിലെ ഏറ്റവും മേജറായിട്ട് വരുന്നത്. ആൻഡ് ലോട്ടറി റവന്യൂ എലോൺ ക്രോസസ് അറൗണ്ട് 9,000+ ക്രോസ്. ക്ലിയറാണല്ലോ. അപ്പോൾ നമ്മൾ ടാക്സ് റവന്യൂസ് നോക്കി, നോൺ ടാക്സ് റവന്യൂസ് നോക്കി. ഇനി ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, സെൻട്രൽ ട്രാൻസ്ഫറുകളിൽ ഡിക്ലൈൻ കാണിക്കുന്നുണ്ടെന്ന്. എന്താണത്, 21-22 പീരീഡിൽ അറൗണ്ട് 24,000 crore ആയിരുന്നു എന്ത് നമുക്ക് ഗ്രാൻഡ് ഇൻ എയ്ഡായിട്ട് സെൻട്രലിൽ നിന്ന് ലഭിച്ചത്. അത് 23-24 പീരീഡിലേക്ക് എത്തിയപ്പോൾ അറൗണ്ട് 10,800 crore ആയി, പകുതിയിലും താഴെ. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഇൻ എയ്ഡുകൾക്ക് എന്ത് സംഭവിച്ചു, 24,000 കോടി രൂപയിൽ നിന്ന് 10,000 കോടി രൂപയിലേക്ക് അല്ലെങ്കിൽ 10,000 crore അറൗണ്ട് പകുതിയിലും താഴെ അവിടെ ഡിക്ലൈൻ സംഭവിച്ചു. ആൻഡ് ഓൾസോ GST കോമ്പൻസേഷൻ 2022 ജൂണിൽ നിർത്തലാക്കി. എന്തായിരുന്നു GST കോമ്പൻസേഷൻ? GST ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് മൂലം സ്റ്റേറ്റുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞു, ഓക്കെ GST ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇത്ര നാളുകൾ വരെ എല്ലാ സ്റ്റേറ്റുകൾക്കും എന്ത് നൽകും, ഒരു കോമ്പൻസേഷൻ നൽകും. ഇത് കോവിഡ് മൂലം കുറച്ച് നാളുകൾ കൂടി നീട്ടി കൊടുക്കേണ്ടായി. അത് ലേറ്റർ ജൂൺ 2022 എന്ത് ചെയ്തു, GST കോമ്പൻസേഷൻ നിർത്തലാക്കി. ഇതും എന്ത് സംഭവിച്ചു, കേരളത്തിന് സെൻട്രലിൽ നിന്ന് ലഭിക്കാനുള്ള അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന എമൗണ്ടിൽ കൃത്യമായ ഇടിവ് രേഖപ്പെടുത്തി. ആൻഡ് ഓൾസോ IGST ഇൻ്റഗ്രേറ്റഡ് GST സെറ്റിൽമെൻറ്റ് എന്താണ്, കേരളത്തിൻ്റെയും മറ്റ് സ്റ്റേറ്റുകളോ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റുകളോ അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏരിയാസിലുള്ള സെയിൽസ് നടക്കുമ്പോഴാണ് IGST വരിക. അപ്പോൾ നിങ്ങൾ ഒരു ബില്ല് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സെൻട്രൽ GST ആൻഡ് സ്റ്റേറ്റ് GST ഇതല്ലാതെ ഏതെങ്കിലും ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ IGST എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പിന്നീടാണ് സെറ്റിൽ ചെയ്യപ്പെടുക സെൻട്രലും സ്റ്റേറ്റുകളും തമ്മിൽ. ഇതിലും അറൗണ്ട് 956 crore സെറ്റിൽമെൻറ്റും നമ്മുടെ സിസ്റ്റമിക് ഇഷ്യൂസ് മൂലം നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. ആൻഡ് ഓൾസോ 15th ഫിനാൻസ് കമ്മീഷൻ എന്ത് ചെയ്തു, കേരളത്തിന് സെൻട്രലിൻ്റെ ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള ഷെയറിലും റിഡക്ഷൻ നടത്തി. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ എന്താ ചെയ്യുന്നത്, ടോട്ടൽ സ്റ്റേറ്റുകൾക്ക് എത്ര രൂപ കൊടുക്കണം, അതിൻ്റെ മെട്രിക്സ് എന്താണ്, എത്ര രീതിയിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ സ്റ്റേറ്റുകൾക്കും കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് എന്ത് ഫിനാൻസ് കമ്മീഷൻ. 15th ഫിനാൻസ് കമ്മീഷൻ എന്ത് ചെയ്തു, ഇത്തരത്തിൽ കേരളത്തിൽ ലഭിക്കാനുള്ള ഡിവിസിബിൾ പൂളിൻ്റെ ഷെയറിലും റിഡക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലി എന്ത് സംഭവിച്ചു, ഗ്രാൻഡ് ഇൻ എയ്ഡ് കുറഞ്ഞു, GST കോമ്പൻസേഷൻ അവസാനിപ്പിച്ചു, IGST സെറ്റിൽമെൻറ്റിലും നമുക്കൊരു അറൗണ്ട് 950 crores പോയി. 15th ഫിനാൻസ് കമ്മീഷൻ എന്ത് ചെയ്തു, നമ്മുടെ ഡിവിസിബിൾ പൂളിൽ കുറവ് രേഖപ്പെടുത്തി. സോ ഇൻ ടോട്ടൽ എന്ത് സംഭവിച്ചു, സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് ലഭിക്കുന്ന അല്ലെങ്കിൽ സെൻട്രലിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് ലഭിക്കുന്ന എമൗണ്ടിൽ ഒരു ഹ്യൂജ് റിഡക്ഷൻ സംഭവിച്ചു. ഇതാണ് കേരളത്തിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസിന് കാരണമാകുന്നത്. സെൻട്രലിൽ നിന്നുള്ള റിഡക്ഷന് കുറവുണ്ട്, നമ്മൾ സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂകളെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ കളക്ഷനിലും എൻഫോഴ്സ്മെൻറ്റിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ രേഖപ്പെടുത്തുന്നത്. ഇതാണ് ആകെ തുകയിൽ കേരളത്തിൻ്റെ എക്കോണമി അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഫിനാൻസിനെ ഏറ്റവും അധികം ബാധിക്കുന്നത്. ഇനി ഇത്തരത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കടം വാങ്ങിക്കാനായിട്ട് തുടങ്ങും, ഓർ വി കോൾ ഇറ്റ് ആസ് ഇൻ ടെക്നിക്കൽ ടേംസ് ബോറോയിങ്സ്.
അപ്പോൾ ബോറോയിങ്സ് 2 തരത്തിലാണുള്ളത്. ഒന്ന് ബഡ്ജറ്ററി ബോറോയിങ്സും രണ്ടാമത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അല്ല എങ്കിൽ ഓഫ് ബഡ്ജറ്റ് ഫിനാൻസിങ്. നമ്മൾ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എത്ര രൂപ കടമെടുക്കുകയാണെങ്കിലും അതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ കടമെടുക്കാൻ പറ്റുകയുള്ളൂ. സെൻട്രൽ ഗവൺമെൻറ് ഇത്ര രൂപ അനുവദിക്കും കടമെടുക്കാനായിട്ട്, കടമെടുപ്പ് പരിധി നിശ്ചയിക്കും. ആ പരിധിയുടെ അകത്ത് നിന്നുകൊണ്ടാണ് സ്റ്റേറ്റിന് എമൗണ്ട് കടമെടുക്കാനായിട്ട് പറ്റുക. ഇതാണ് ബഡ്ജറ്ററി ബോറോയിങ്സ്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു അപ്പർ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കടമെടുക്കാനായിട്ട് പറ്റില്ല. മാക്സിമം ലിമിറ്റ് സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് വേറൊരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിവിടെ കിഫ്ബി ആണ്. എങ്ങനെയാണ് കിഫ്ബി ഫങ്ഷൻ ചെയ്യുന്നത്? ഉദാഹരണത്തിന് എനിക്ക് കുറച്ചധികം ആവശ്യങ്ങളുണ്ടെന്ന് വിചാരിക്കാം. എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ കുറച്ച് പൈസ കടമെടുപ്പിക്കും. എന്നിട്ട് ഞാനത് കൊണ്ടുവന്നിട്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവനെ കൊണ്ട് ചിലവാക്കിപ്പിക്കും. അപ്പോൾ അവൻ കടം തിരിച്ചു കൊടുത്തോളും എന്ന് പറഞ്ഞ് ആര് ഗ്യാരണ്ടി നിൽക്കും? ഞാൻ ഗ്യാരണ്ടി നിൽക്കും. അവൻ വാങ്ങിച്ച കാര്യങ്ങൾ അവൻ തിരിച്ചു തരുമെന്ന് പറഞ്ഞ് ഞാൻ ഗ്യാരണ്ടി നിൽക്കും. അവൻ ആ ഫണ്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കും. അതുമൂലം ചിലവാക്കി കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഞാൻ തിരിച്ച് എൻ്റെ ഫ്രണ്ടിനെ പേ ചെയ്യും. ആ ഫ്രണ്ട് ആ പൈസ തിരിച്ചു കൊടുക്കും. ഇതാണ് സിംപിളി സ്പീക്കിംഗ് കിഫ്ബിയുടെ മെക്കാനിസം. കിഫ്ബി എന്താണ് ചെയ്യുന്നത്? കിഫ്ബി ചെയ്യുന്നത് ആളുകളിൽ നിന്ന് പൈസ കടമെടുക്കും. അല്ല എന്നുണ്ടെങ്കിൽ ബഡ്ജറ്ററി അല്ല, ഫിനാൻസിങ് മെക്കാനിസം ത്രൂ എന്ത് ചെയ്യും? കിഫ്ബി ആളുകളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യും. അതിനുശേഷം കിഫ്ബി ഓരോ ഏരിയകളിൽ കൃത്യമായുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തും. ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്റ്റുകളായിരിക്കാം, സ്കൂൾസ് ആയിരിക്കാം, റോഡ്സ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി, പാലങ്ങൾ പണിയുന്നതായിരിക്കാം, എന്തായാലും അതിൽ കൃത്യമായുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തും. കിഫ്ബി പൈസ തിരിച്ചു കൊടുക്കുമെന്ന് ആരാണ് ഗ്യാരണ്ടി നിൽക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് അവിടെ ഗ്യാരണ്ടിയറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റിൽ ഇത്ര രൂപ കടമെടുക്കാം, അല്ലെങ്കിൽ മാക്സിമം ഇത്രയാണ് കടമെടുക്കാൻ പാടുള്ളൂ എന്നത് കൃത്യമായിട്ട് ലിമിറ്റേഷൻ ഉണ്ടെന്നും അതിന് സെൻട്രൽ ഗവൺമെൻറ് അനുവാദം വേണമെന്നും ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇത് എന്താണ്? ബഡ്ജറ്റിൻ്റെ പുറത്തുള്ള ഒരു ബോറോയിങ് ആണ്. ദിസ് ഇസ് ആൻ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്. ബഡ്ജറ്റിന് പുറത്ത് നിന്നുള്ളൊരു കടമെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിനെന്ത് വേണ്ട? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എന്ത് വേണ്ട? സെൻട്രൽ ഗവൺമെൻറ്റിന് അനുവാദം വേണ്ട. പക്ഷേ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എഫക്ട്സ് എന്താ? ആ കടത്തിൻ്റെയും ഗ്യാരണ്ടിയർ ആരാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് അനുവാദമില്ലാതെ ആ പൈസ നമ്മൾ ബഡ്ജറ്റിന് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് എന്നതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ്. അതിന് സെൻട്രൽ ഗവൺമെൻറ് അനുവാദം വേണ്ട. പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ? ആ പൈസയുടെയും ഗ്യാരണ്ടിയറായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് നിൽക്കുന്നത്. ഇനി കിഫ്ബി അറൗണ്ട് 15,000 crore ആണ് ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിലേക്ക് വാങ്ങിച്ചത്. ഇനി നമുക്ക് ഒരു വർഷം മാക്സിമം ഫിസിക്കൽ ഡെഫിസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ ബോറോയിങ്സ് ആയിട്ട് വരാൻ സാധ്യത 3% ഓഫ് ദ GSDP ആണ്. ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ 3% മാക്സിമം നമുക്ക് കടമെടുക്കാനായിട്ട് പറ്റുള്ളൂ. FRBM, ഫിനാൻഷ്യൽ റെഗുലേഷൻ ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ബില്ല്, നമ്മൾ നോക്കിയതാണ്, എക്കണോമിക്സിൽ ബേസിക്സിലുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓഫ് ബഡ്ജറ്റ് ഫിനാൻസിങ്ങിലേക്ക് പോയത്. പക്ഷേ പിന്നീട് അതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്തു? ബഡ്ജറ്ററി പ്രൊവിഷൻസിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ കിഫ്ബി ഏതെങ്കിലും രീതിയിൽ പൈസ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? അത് ബഡ്ജറ്ററി ബോറോയിങ്സിൻ്റെ അകത്ത് തന്നെ അല്ലെങ്കിൽ ബഡ്ജറ്ററി സീലിങ്ങിൻ്റെ അകത്ത് തന്നെയാണ്. നമ്മൾ ആ ഓഫ് ബഡ്ജറ്റ് ലയബിലിറ്റികൾ എടുത്ത് മാറ്റി അതിനെയും നമ്മൾ എവിടെ കൊണ്ടുവന്നു? ബഡ്ജറ്ററി ബോറോയിങ് ലിമിറ്റിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇനി നമുക്ക് എന്താണ് കിഫ്ബി എന്നതുകൊണ്ട് നോക്കാം. കിഫ്ബിയുടെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. കിഫ്ബിയുടെ ഫുൾ ഫോമാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. ഇതെന്താണ്? കേരള ഗവൺമെൻറ്റിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ് ആമാണ്. അറൗണ്ട് 900+ പ്രൊജക്റ്റുകൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. റോഡ്സ് ആയാലും സ്കൂൾസ് ആയാലും ഹോസ്പിറ്റൽ, പവർ, IT പാർക്ക്, ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ സെക്ടറുകളിൽ മൾട്ടിപ്പിൾ ഏരിയാസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിനാൻസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവർ ഫണ്ടുകൾ എങ്ങനെയാണ് റേസ് ചെയ്യുന്നത്? ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തിട്ടാണല്ലേ. ഗ്രീൻ ബോണ്ടുകളാവാം, മസാല ബോണ്ടുകളാവാം, നോൺ റെസിഡൻഷ്യൽ കേരളത്തിൻ്റെ ഡെപ്പോസിറ്റുകളാകാം. ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ബോണ്ട്സ് ഇഷ്യൂ ചെയ്തിട്ടാണ് കിഫ്ബി ഫണ്ടുകൾ റേസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്?
ഇതൊരു ഓഫ് ബഡ്ജറ്റ് ലയബിലിറ്റിയാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇവരുടെ ബോറോയിങ്സ് ഓൾറെഡി ബഡ്ജറ്ററി ലിമിറ്റേഷൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇവരുടെ പോസിറ്റീവ് സൈഡ് എഫക്റ്റ് എന്താ? ഇൻഫ്രാസ്ട്രക്ചറുകളെ കൃത്യമായിട്ട് പുഷ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകളെ കൃത്യമായിട്ട് പുഷ് ചെയ്യാനായിട്ട് കിഫ്ബിക്ക് പറ്റുന്നുണ്ട്. എങ്ങനെയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? കിഫ്ബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കിഫ്ബി ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി? ഒരു നിയമം വഴി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതാണ് എന്ത്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അപ്പോൾ കിഫ്ബിയുടെ നിയമം ഏതാണ്? ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ഓൺ 11th November 1999. ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ്, 11 November 1999, അണ്ടർ ദ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ആക്ട് ഓഫ് 1999. 11th November 1999 ആണ് ഫോം ചെയ്തത് അണ്ടർ ദ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ആക്ട് ഓഫ് 1999. എന്താണ് ഇതിൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ? കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രിൻസിപ്പൽ ഫണ്ടിങ് ഏജൻസിയാണ്. എന്തിനു വേണ്ടിയാണ്? കേരള ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ. കേരള ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കേരള ഗവൺമെൻറ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ ഫണ്ടിങ് ഏജൻസി. ഇനി എന്തെല്ലാമാണ് ഗവൺമെൻറ് കീ ഡിസിഷൻ? ക്രിട്ടിക്കലായിട്ടുള്ള ഗ്യാപ്പുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക. കിഫ്ബിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ശേഷം ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് കിഫ്ബി ആക്ട് ചെയ്യും. എന്നിട്ട് സെൻട്രലിലെയും സ്റ്റേറ്റിലെയും ബാക്കി പബ്ലിക് സെക്ടർ ഏജൻസികളോട് കൂടി ചേർന്ന് ആ പ്രൊജക്റ്റുകളെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. സോ ഇറ്റ് വിൽ പാർട്ണർ വിത്ത് സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ ഏജൻസീസ് ആസ് എ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഫോർ ദ പ്രോജക്റ്റ് എക്സിക്യൂഷൻ. ഇനി 2016 ഈ ആക്റ്റിൽ ഒരു അമെൻമെൻറ്റ് നടന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഡേറ്റ് ഓർത്ത് വയ്ക്കുക. 2016 ഈ ആക്റ്റിൽ ഒരു അമെൻമെൻറ്റ് നടന്നത്. കിഫ്ബിയുടെ സ്കോപ്പുകളെ കുറച്ചും കൂടി വൈഡൻ ചെയ്യുക, കുറച്ചും കൂടി കൃത്യമായിട്ട് അതിൻ്റെ അമെൻമെൻറ്റ്സ് കൊണ്ടുവരിക എന്നതായിരുന്നു അതിൻ്റെ എയിം. എന്താണ്? സെബിയും ആർബിയും അപ്രൂവ് ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വഴി കുറച്ചും കൂടി ഫണ്ടുകളെ മൊബിലൈസ് ചെയ്യുക. ഓൾറെഡി ഫണ്ടുകൾ മൊബിലൈസ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. പക്ഷേ സെബിയും ആർബിയും അപ്രൂവ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് വഴി കുറച്ചധികം ഫണ്ടുകൾ മൊബിലൈസ് ചെയ്യുക. ആൻഡ് ഓൾസോ ലാൻഡ് അക്വിസിഷനെ സപ്പോർട്ട് ചെയ്യുക, ഫിസിക്കലും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറേയും ഡെവലപ്പ് ചെയ്യുക. 3 പോയിന്റ്സ് ആണ് മെയിൻലി. സെബിയും ആർബിയും അപ്രൂവ് ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വഴി കൂടുതൽ പൈസ എടുക്കുക, ലാൻഡ് അക്വിസിഷനെ സപ്പോർട്ട് ചെയ്യുക, ഫിസിക്കലും സോഷ്യലുമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുക. ഇനി എന്തെല്ലാമാണ് മേജർ ആയിട്ടുള്ള ഇമ്പാക്ട്സും അച്ചീവ്മെൻറ്റ്സും? കേരള പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിം ചേഞ്ചർ ആണല്ലേ. നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും കിഫ്ബിയുടെ പ്രൊജക്റ്റുകളാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിലായാലും പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലായാലും എന്താണ് കേരളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗെയിം ചേഞ്ചറാണ്. അതിന് കൃത്യമായിട്ടുള്ള മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രൊജക്ട് മാനേജ്മെൻറ്റ് റൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എല്ലാ തരത്തിലും നാഷണൽ ആയാലും ഇൻ്റർനാഷണൽ ആയാലും റേറ്റിംഗ് ഏജൻസികളുടെ ആയാലും കൃത്യമായിട്ടുള്ള റെക്കഗ്നിഷനും അവാർഡ്സും നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുവരെ എടുത്തിരിക്കുന്ന ടോട്ടൽ പ്രൊജക്ട് സാങ്ഷൻ എടുത്താലോ ഏകദേശം 60,000 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇതുവരെ സാങ്ഷൻ ചെയ്തിരിക്കുന്ന ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ വാല്യൂ ആയിട്ട് പറയുന്നത്. ഇനി എന്താണ് റിസോഴ്സ് മൊബിലൈസേഷനിൽ കേരളം നേരിടുന്ന ചലഞ്ചസ്? ഫസ്റ്റ് വൺ, ലോ ടാക്സ് കംപ്ലയൻസ് ആൻഡ് ഇവേഷൻ ഇൻ GST. എന്താണ്? ആളുകൾ ടാക്സുകൾ കൊടുക്കാൻ മടിക്കുക. ആളുകൾ എക്കോണമിയിൽ GDP കൂടുന്നതോ അല്ലെങ്കിൽ ഇൻകം കൂടുന്നതോ അനുസരിച്ച് ടാക്സുകളുടെ പേയ്മെൻറ്റ് നടക്കുന്നില്ല. ആൻഡ് ഓൾസോ GSTയുടെ ഇവേഷൻ ഹൈലി കേരളത്തിൽ മൾട്ടിപ്പിൾ ഏരിയാസിൽ ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി സെക്കൻഡ് വൺ എന്താ? ഹൈ ഡിപ്പെൻഡൻസ് ഓൺ റെമിറ്റൻസ് ആൻഡ് കൺസംഷൻ ടാക്സസ്. ഇപ്പോൾ GST എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഓർ കൺസംഷൻ ബേസ്ഡ് ടാക്സ് എന്ന് നമ്മൾ പറയാം. എന്തുകൊണ്ടാണത്? ഏത് സ്റ്റേറ്റിലാണോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഏതാണോ അതിൻ്റെ ഫൈനൽ കൺസംഷൻ ഡെസ്റ്റിനേഷൻ, അവിടെയാണ് GST ചാർജ് ചെയ്യപ്പെടുക. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണത്? നമ്മൾ കണ്ടിരുന്നു ടാക്സ് റവന്യൂവിൽ, സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂവിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഏതാണ്? GST. നമ്മൾ അതിനെയും റെമിറ്റൻസിനെയും ഹൈലി ഡിപ്പെൻഡൻ്റ് ആണ്. നമുക്ക് ഒരു വേരിയഡ് സോഴ്സ് ഓഫ് റവന്യൂ ഇല്ല. നമ്മുടെ റവന്യൂ സോഴ്സസ് വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ നമുക്ക് വളരെയധികം ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ
സ്ക്യൂഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറഞ്ഞൊരു റിസോഴ്സ് മൊബിലൈസേഷൻ സെക്ടർ ഏരിയാസാണ് നമുക്കുള്ളത്. ഇനി GST ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് പുതിയൊരു ടാക്സ് റൂളുകളോ ടാക്സ് സ്ട്രക്ചറുകളോ ഒന്നും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. GSTയുടെ കീഴിലാണ് എല്ലാ പ്രൊഡക്റ്റുകളും റൺ ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ എന്ത് വേണം, നമുക്ക് ലാൻഡ് മോണറ്റൈസേഷൻ, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡലുകൾ ആൻഡ് ഓൾസോ സർവീസ് പ്രൈസിങ് റിഫോംസ്. ഇതാണ് എന്ത് ചെയ്യുക, നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഈ ചലഞ്ചസിന് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽ. ഇപ്പോൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലെ ഏറ്റവും സക്സസ്ഫുൾ മോഡൽ എന്താ, കൊച്ചിൻ എയർപോർട്ടല്ലേ, സിയാൽ ഇൻ്റർനാഷണൽ. ഏതാണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പാണ്. ഇത്തരത്തിലെ ഏറ്റവും സക്സസ്ഫുൾ മോഡൽസ് എന്തുണ്ട് നമുക്ക് ഈ കേരളത്തിൻ്റെ. സോ ഈ റിസോഴ്സ് മൊബിലൈസേഷന് ഇത്തരത്തിലുള്ള മോഡലുകൾ വഴി എന്ത് ചെയ്യാം, നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ഗവൺമെൻറ്റിന് ഏതെങ്കിലും രീതിയിലുള്ള ഫണ്ട് റിസോഴ്സസിൻ്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, പബ്ലിക്കിൽ നിന്ന്, ആളുകളിൽ നിന്ന്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൽ നിന്ന് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഫണ്ടുകളെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ക്ലാസ്. താങ്ക് യു.